മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള കുറെ അച്ഛന്മാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു അച്ഛന്റെ മകളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ചെറുപ്പം തൊട്ടേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് ലാലേട്ടനും ശോഭനയും. ഈ പടത്തിന് ഉള്ളൊരു മെയിൻ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ എല്ലാവരും ഇവരെ ഒരുമിച്ച് ഒന്നുകൂടി കാണാം, അല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പ്രകാശ് ബാബു സാർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. പേടിയുണ്ടായത് കാര്യം ഇങ്ങനെ ടോർച്ചർ സീനും എന്നെ കഴുത്തിൽ പിടിച്ച് പൊക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സാർ. റെഫറൻസ് എന്ന് പറയുന്നത് കെവിനും നീനുൻ്റെയും ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു ദുരഭിമാനക്കൊലയാണല്ലോ. വിനീതേട്ടൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്, നല്ലൊരു ആക്ടറുമാണ്. പിന്നെ പുള്ളി പൊതുവേ ഭയങ്കര പാവം മനുഷ്യനാണ്. ഞാൻ അങ്ങനത്തെ ആളും അല്ല. ഞാൻ നേരിട്ടും മുകുന്ദനെ പോലെ അല്ലെങ്കിൽ മീനാക്ഷിനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ആവറേജ് അമ്പിളി കണ്ടിട്ടൊക്കെ തഞ്ചയുടെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പിളിയുടെ അവസ്ഥയൊന്നും ആയിരുന്നില്ല. എനിക്ക് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരിക്കലും എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. എൻ്റെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് ഇപ്പോഴും ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. നമസ്കാരം. നമുക്കൊപ്പം ഇന്നുള്ളത് ആർഷ ചാന്ദ്രി ബൈജു ആണ്. നമസ്കാരം ആർഷ. ഹലോ ഭാവന. ഹായ്. സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. അത് 18-ാം പടിയില് മമ്മൂക്കയ്ക്കൊപ്പം അഭിനയം തുടങ്ങിയ ആള് ഇന്നതാ തുടരുമില്ല നമ്മുടെ ലാലേട്ടനൊപ്പം അഭിനയിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ സിനിമാ യാത്ര? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഐ എം വെരി ഹാപ്പി. നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ തുടരുമിന്റെ റെസ്പോൺസ് ഒക്കെ ഗംഭീര റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഫാമിലി എന്നൊക്കെയുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ല? കാരണം അതായത് മോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ആക്ടിങ് ജൈൻസ് എന്ന് പറയാം, അവരുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തെ എങ്ങനെയാണ് ഫാമിലിയൊക്കെ എങ്ങനെ കാണുന്നു? അവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ട്. തുടരുമില് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റിലീസ് ചെയ്ത് ഇത്രയും എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. ഡ്രീം കം മൊമെന്റ്. അതെ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. തുടരും സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരുപാട് കാത്തിരുന്ന മോഹൻലാൽ ശോഭന കോംബോ, അതേപോലെ തന്നെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു അടിപൊളി ആക്ടറിന്റെ ഒരു എൻട്രി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെയും കൂടി പാർട്ടാണ് ആർഷ. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് ആ ഒരു ക്രൂവില് എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? എനിക്ക് ഇത്രയും പേരുടെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷം. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും ശോഭന മാം ആണെങ്കിലും പ്രകാശ് വർമ്മ സാർ ആണെങ്കിലും അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്, അവരുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ പ്രകാശ് വർമ്മ സാർ ആദ്യമായിട്ടാണ്, അദ്ദേഹം ഒരുപാട് വർഷമായിട്ടുള്ള വലിയ ഫിലിം മേക്കർ ആണെങ്കിലും ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്കൊരു സീനായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അതിനു മുമ്പ് അദ്ദേഹത്തോട് വളരെ നോർമലായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വേഗം അഭിനയിച്ചപ്പോൾ സീൻ ചെയ്തപ്പോൾ ഒരു പുതുമുഖത്തിൻ്റെ ഒരു ആദ്യമായി ആക്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു പരിപാടിയല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ പോലെയാണ് ചെയ്യുന്നത്. അതും ആ ടോർച്ചറിങ് സീൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. അത് ചെയ്യാനും കുറച്ച് പാടാണ്. ഞാൻ പറയുന്ന അദ്ദേഹം ചെയ്ത ആ സീന്. അപ്പോൾ അതൊക്കെ എനിക്കൊരു അത്ഭുതമായിരുന്നു. അവര് ഓഫ് സ്ക്രീനിൽ പെട്ടെന്ന് വളരെ കാമാൻ കഴിഞ്ഞ ആ സിനിമയ്ക്ക് അത് തന്നെ രണ്ട് സ്വഭാവമുള്ള ഒരാളെയാണ്. അതെ, ഓഫ് സ്ക്രീനിൽ ഭയങ്കര ഓക്കെ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ചിരിയൊക്കെ. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു മൂഡിലിരിക്കുക അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഭയങ്കര ജോളിയായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേഗം തന്നെ ആക്ഷനിൽ പെർഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മളൊരു ഒരു ഇംപ്രസ്ഡ് ആയിട്ടുള്ള സോ നൈസ് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള കുറെ അച്ഛന്മാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു അച്ഛന്റെ മകളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ആ ഒരു ക്യാരക്ടർ മേരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഡെഫിനറ്റ്ലി കുറെ ട്രോമാസും അബ്യൂസും ഒക്കെ നേരിട്ട ഒരാളാണ്. അപ്പം ആ ഒരു അച്ഛന്റെ മകളായിട്ടുള്ള ആ ഒരു ക്യാരക്ടറും പ്രകാശ് വർമ്മയല്ല, ജോർജിന്റെ മകളായിട്ടിരിക്കുന്നതിൽ എങ്ങനെയായിരുന്നു? മേരി എന്ന് പറയുന്ന ക്യാരക്ടർ വർഷങ്ങളായിട്ട് ഇപ്പൊ കുറച്ചാൾ മുമ്പ് അവരുടെ അമ്മ മരിച്ചു. അതിനുമുമ്പ് വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ആളുടെ മക്കളുടെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടിയാണ് ആ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അതായിരുന്നു മേരിയുടെ ലൈഫ്. അപ്പോൾ അവിടേക്കാണ് പവി കടന്നു വന്നതും
പിന്നീടാണല്ലോ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ അതെ, ഒരുപാട് മാറ്റങ്ങൾ. കൊണ്ടുവരുന്നത്. അതെ. Okay. ജോർജ് സാറിന് തന്നെ രണ്ട് വൈബ് ഉണ്ട്. അതായത് ആളുകളുടെ മുന്നിൽ ഭയങ്കര ജോളി ആയിട്ടുള്ള ആളുകളുണ്ട്, അതെ, പക്ഷെ അതെ. യഥാർത്ഥത്തിൽ ഇതുണ്ട്. ഞാൻ ആ ജോളി വൈബാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പ്രകാശ് മാമൻ സാർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. ഓക്കെ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര നല്ല നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രകാശ് വർമ്മയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം സാധാരണ പുള്ളിക്കാരന് രണ്ട് ചിരിയാണുള്ളത്. അത് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പുള്ളി ആദ്യം ഒരു വളരെ എന്താണ് കുറച്ചൊരു സ്മൈല് കുറച്ച് കുറവായിരിക്കും, ചെറിയൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് വളരെ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ഹാപ്പി ഫേസ് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി ആ ചിരിയുടെ ഒരു വിത്തൊക്കെ കീറി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഇവിൽ ചിരിയായിട്ട് അത് മാറും. ഭയങ്കര ഒരു ഇവിലിഷ് ആയിട്ടുള്ള ഒരു ചിരിയാണത്. അങ്ങനെ ഒരു പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഭയങ്കര, എനിക്ക് ഇത്രയും ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ലാക്ക് ചെയ്തിരുന്ന വില്ലൻ ക്യാരക്ടേഴ്സിന് ലാക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ട് നമ്മുടെ പ്രകാശ് സാർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ആ ഒരു പുള്ളിയിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, എനിക്ക് സാറിനോടൊപ്പം ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ സീനിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് ആണ് സാർ ചെയ്തത്. സാറിന് ശരിക്കും ആ സീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാറിന് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന സീനും എന്നെ കഴുത്തിൽ പിടിച്ച് പൊക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സാറിന് എന്നുള്ള, അല്ലാതെ കൺസിഡർ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വേദനയോ ബുദ്ധിമുട്ടോ വരുന്നുണ്ട്, കാര്യം അത് കുറച്ച് പ്രാവശ്യം നമുക്കത് ഇതിൽ തലയിടിക്കുന്ന കുറച്ച് പ്രാവശ്യം ചെയ്യേണ്ടത് ശരിയാവണില്ലായിരുന്നു, അത് വീഴുന്നില്ലായിരുന്നു, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് കുറച്ച് പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പൊ സാറിന് അതൊരു വിഷമമായിരുന്നു, വേദനിക്കുന്നുണ്ടാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അങ്ങനെ സാറിന് ടെൻഷനായിരുന്നു. അങ്ങനെയായിരുന്നു. അല്ലാതെ പിന്നെ സാറിന്റെ എല്ലാം ഞാനും ആക്ച്വലി തിയേറ്ററിലാണ് കണ്ടത്. എനിക്ക് വേറെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലല്ലോ. എല്ലാം ഞാൻ അല്ലാതെ നേരത്തെ സെറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സീൻസ് തന്നെ തരുൺചേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായത് അടിപൊളിയായി തന്നെ വരും എന്നുള്ള സാറിന്റെ പരിപാടി. ആർഷിയുടെ ക്യാരക്ടർ മേരി എന്ന് പറയുന്ന അത് നമ്മൾ അതിനകത്തൊരു സെപ്പറേറ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനില് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അച്ഛനെ എന്ത് ചെയ്യുന്ന രീതിയിലേക്ക്, അച്ഛന് വളരെ വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു സീൻ കാണുന്ന ഒരു മകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. അതിൽ വളരെ നിസ്സഹായയായി നോക്കി നിൽക്കുന്ന മേരിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അവര് കരയുന്നുണ്ടോന്ന് വെച്ചാൽ അവര് കരയുന്നുണ്ട്, അവര് വളരെ ഒരു മൈൽഡായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഭയങ്കരമായ ഒരു പൊട്ടിക്കരച്ചിലുകളോ ഒന്നും തന്നെ അവര് ഇത് ചെയ്യുന്നില്ല. ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ജനലിൽ കൂടി നോക്കുന്ന ഒരു ഭയങ്കര കാണുന്നവർ ഭയങ്കര ഹേർട്ടിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ ഒരു ക്യാരക്ടറിന്റെ പല ലേയേഴ്സും ഉണ്ട്. ആ ലേയേഴ്സ് ഒക്കെ ഇപ്പോ നമ്മുടെ ഫിലിം മേക്കർ ആയിട്ടുള്ള തരുൺമൂർത്തി എങ്ങനെയാണ് ആർഷയ്ക്ക് പറഞ്ഞു തന്നിരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? തരുൺചേട്ടൻ യൂഷ്വലി എല്ലാ സീനും എടുക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ആ സീൻ നറേഷൻ എന്താണ് ഈ ക്യാരക്ടർ മനസ്സിലൂടെ ഇപ്പം കടന്നു പോകുന്നത് എന്നുള്ള പ്രോപ്പറായിട്ടുള്ള നന്നായി നറേറ്റ് ചെയ്ത് തരും ചേട്ടൻ. അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചേട്ടൻ അത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമ്മൾ ആ മൂഡിലേക്ക് എത്തും. നമുക്കത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് പെർഫോം ചെയ്യാൻ ഈസിയാണ്. അതെനിക്കൊന്ന് എല്ലാ ആക്ടേഴ്സ് ചേട്ടനോട് വർക്ക് ചെയ്തവർക്കൊക്കെ അത് അറിയാം, അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് ഈസി ആണല്ലേ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഫിലിം? അതെ. ആക്ടേഴ്സിനെ നന്നായി ഡീൽ ചെയ്യാൻ അറിയാം, നന്നായി പെർഫോം, ഓരോ ആൾക്കാരുടെയും ഇത് വെച്ചിട്ട് അദ്ദേഹം പെർഫോം ചെയ്യിച്ചെടുക്കും. അപ്പോൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ കേസിലും. എനിക്ക് പ്രോപ്പറായിട്ട് നറേഷൻസ് തന്നു, എന്താണ് ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ കുറച്ച് സീൻസേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ആ സീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിനുള്ള ലേയേഴ്സ് അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറികൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ഭാഗം മാത്രമല്ല പറയുന്നത്, അതിനപ്പുറത്തേക്ക് മേരി ഇത്രയും വർഷം എങ്ങനെയായിരുന്നു അവളുടെ അച്ഛനായിട്ടുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ പവിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവൾ ആ വീട്ടിൽ എന്തായിരിക്കും ഇത്രയും നാളും അനുഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നറേഷനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് എന്ന് പറയുന്നത് കെവിനും നീനുവിൻ്റെയും ഇൻസിഡന്റ് ആയിരുന്നു. ഇതൊരു ദുരഭിമാനക്കൊലയാണല്ലോ. അപ്പോൾ അതായിരുന്നു കോട്ടയത്തിൻ്റെ ആ ഇൻസിഡന്റ് ആണ് ബേസിക് ആയിട്ട് റെഫറൻസ് ഇരിക്കുന്നത്. സുനിലേട്ടൻ തരുൺചേട്ടനും എഴുതിയപ്പോൾ അത് തന്നെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. ദുരഭിമാന കൊലയാണെന്ന് തോന്നുന്നല്ലേ ഈ ഒരു ഇതിന്റെ ഏറ്റവും കീ ആയിട്ടുള്ള കഥയുടെ ഏറ്റവും. അതെ അത് കാരണമാണല്ലോ ആ പയ്യൻ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നിരുന്ന റെഫറൻസ് അതായിരുന്നു. എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോസും റെഫറൻസുകളും ഡോക്യുമെന്ററീസും അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നീനുവിനെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? അയ്യോ ഇല്ല.
അല്ലാതെ ഞാൻ അതൊക്കെ കാണുകയും പിന്നെ എനിക്ക് ഓൾറെഡി അറിയാമല്ലോ നമുക്ക് അതെ അതെ, അത് ഭയങ്കര വലിയൊരു എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇപ്പൊ എനിക്കും അതിനെ പറ്റിയിട്ട് അറിയായിരുന്നു. പിന്നെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ പരിപാടികളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സെറ്റിലേക്ക് പോയത്. അതാണ് അതായത് എന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ അതായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ലാലേട്ടനൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ചോദിക്കാതെ ആ ചോദ്യം ചോദിക്കാതെ പോകാൻ പറ്റില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ എനിക്ക് ഇത്ര നാൾ നമ്മളെപ്പോഴും ഞാനൊക്കെ ടി വിയിൽ ലാലേട്ടനെ പറ്റിയിട്ട് ലാലേട്ടൻ്റെ കൂടെ ആൾക്കാർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ ലാലേട്ടൻ ഓൺ സ്ക്രീനിലും നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അല്ലാതെ എങ്ങനെ എപ്പോഴെങ്കിലും സംസാരിക്കും അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ എൻ്റെ കൂടെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സാധാരണ നമ്മളെ പോലെ തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഭയങ്കര ആ സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. ആ സമയത്ത് എക്സൈറ്റ്മെന്റ് കൂടി ഇല്ല, കൂടുതൽ എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് എനിക്ക് പക്ഷെ എക്സൈറ്റ്മെന്റ് കൂടി വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ കാരണം കൂടുതൽ റീടേക്സ് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ഞാൻ കൂടുതൽ കൊളാക്കാതെ ചെയ്യണം, ഇനി കൂടുതൽ ഒരുപാട് ടേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരരുതെന്നുള്ളൊരു കാര്യം മൈൻഡിലുണ്ടായിരുന്നു. അത്രയുള്ള കാര്യം. ഫൈറ്റ് സീക്വൻസിന്റെ ഇടയ്ക്കായിരുന്നു അതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി ഇവര് മഴയത്ത് ഒരു 4-5 ദിവസമായിട്ട് ഷൂട്ടിലാണ്. മഴയത്താണ്, രാത്രി ഫൈറ്റ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് ഷൂട്ടിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഒരു ചെറിയ പോർഷൻ എടുക്കുമ്പോൾ ഞാനും കൂടെ ഒരു കൂടുതൽ അവർക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കരുതെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഷൂട്ടിംഗ് സെറ്റുകൾ, ഓരോ ഷൂട്ടിംഗ് സെറ്റുകൾക്കും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. തുടരുന്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിന്റെ ഒരു വൈബ് എന്തായിരുന്നു? വളരെ ചിലയിടത്ത് ഭയങ്കര ജോളി ആയിട്ടുള്ള, ചില ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതുണ്ടാവും. പക്ഷെ തുടരും സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി? അത് എനിക്കൊന്നു മിക്കവാറും ഈ സിനിമകളിൽ ചില സിനിമകളിൽ എപ്പോഴും ഭയങ്കര പക്ഷെ ഇതില് ഓരോ സീനിനനുസരിച്ചുള്ള പക്ഷെ പൊതുവെ വളരെ തരുൺ ചേട്ടനും അല്ലെ അവരുടെ ഏഡീസും പരിപാടികളൊക്കെ ഭയങ്കര കൂളാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്ട്രെസ്സിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും അല്ല. എപ്പോഴും ഭയങ്കര നോർമലായിട്ട് വളരെ ഒരു കാഷ്വൽ വൈബ് തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ജോഡീസ് ആയിരുന്നു നമ്മുടെ തുടരുമിലൂടെ വന്നത്. ലാലേട്ടൻ ശോഭന കോംബോ ഭയങ്കരമായിട്ട് ആളുകൾ കാത്തിരുന്നിരുന്നായിരുന്നു. ആ ഒരു കോംബോയുടെ കൂടെ അഭിനയിക്കുന്നത്, ഇന്ററാക്ഷൻ സീൻസ് തന്നെ അവരുമായിട്ടുണ്ടായിരുന്നു. ആ ഒരു കോംബോയുടെ കൂടെ അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റൊക്കെ ആയ സമയത്ത് മകൻ മരിച്ച ഇവരുടെ ഫാമിലിയിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ട് കൂടിയാണ് മേരി അതിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു നമുക്കൊരു ഇത് തരുന്നുണ്ട്, ആ മെസ്സേജ് തരുന്നുണ്ട് ആ ഫ്രെയിംസ്. അപ്പോ അല്ലെങ്കിൽ ഇനി ഒരു മകന് പകരമായ ഒരു മകളായി വരുന്നു എന്നുള്ളത്, ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഈ ഒരു നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഈ ജോഡിയുടെ കൂടെ ആ ഒരു എന്താണ് മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? അതല്ലേ ആദ്യമായിട്ട് ഇവർ രണ്ടുപേരുമായിട്ടുള്ള ഇന്ററാക്ഷൻ സീൻ? അതെ അതെ. അല്ല, ഞാൻ ചെറുപ്പം തൊട്ടേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് ലാലേട്ടനും ശോഭനയും. അപ്പം എനിക്കും ഇപ്പോൾ പടം കാണാൻ പോകുമ്പോഴും ഇപ്പം എല്ലാവരും ഈ പടത്തിന് ഉള്ളൊരു മെയിൻ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ എല്ലാവരും ഇവരെ ഒരുമിച്ച് ഒന്നുകൂടി കാണാം, അല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ഒരു പേര്. അതായിരുന്നു ഏറ്റവും എക്സൈറ്റ്മെന്റ് ഫാക്ടറി പടത്തിന്റെ. എല്ലാവരും കാണാൻ നോക്കി. കാര്യം വേറെ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു ഫാമിലി പടം, ലാലേട്ടനും ശോഭനയും വരുന്നു, അങ്ങനെ ഒരു പരിപാടിയായിരുന്നല്ലോ. എനിക്കും അത് തന്നെയായിരുന്നു സെറ്റില് പോയപ്പോഴും അല്ലെങ്കിൽ സിനിമ കാണാൻ പോയപ്പോഴും. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നന്നായി അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയതിലുള്ളൊരു സന്തോഷമാണ്. അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അതൊക്കെ. അവരെ കാണുന്നതും അവരുടെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ ആക്ടേഴ്സാണ്. അപ്പോൾ അവരെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവരായിട്ട്. അവരെങ്ങനെയാണ് സെറ്റിൽ നിൽക്കുന്നത്, അല്ലെ അവരുടെ രീതികൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോ ആക്ടേഴ്സിനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അവരുടെ മെത്തേഡ്സ്, അവരുടെ ആക്ടിങ് മെത്തേഡ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ശോഭന മാമിനെ കണ്ട സമയത്ത് എന്താണ് ശോഭന മാമിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അവര് മെത്തേഡ്സില്, ആക്ടിങ്ങില്, അതെന്തായിരുന്നു തോന്നിയിരുന്നത്? അല്ല, എനിക്ക് തോന്നി മാമും വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആക്ടറാണ്. മാം വളരെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ജോളിയായിട്ടൊക്കെയാണ് അന്ന് സെറ്റിൽ വന്നതും. പെട്ടെന്ന് തന്നെ ടേക്കിൽ അവർ പെർഫോം ചെയ്യാണ് ചെയ്തത്. അല്ലാതെ ഒരുപാട് സമയം എടുത്ത് അങ്ങനെയൊന്നും വളരെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അതെ,
അതെ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. ഓക്കെ. ഇപ്പൊ തുടരും സിനിമ നമ്മള് വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് സംസാരിച്ചു. ഇനി നമുക്ക് എന്താണ് ആർഷയുടെ ഒരു ജേർണിയെ പറ്റി നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും അധ്യാപകരായിട്ടുള്ള ഒരു മാന്നാറുകാരി, വളരെ എന്താണ് കലോത്സവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലൊക്കെ ഇത് എല്ലാത്തിലും A ഗ്രേഡ്, എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട് നൃത്തത്തിനാണ് അല്ലെ? അതെ, പദ്യം ചൊല്ലലുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്ന് സിനിമയിലേക്ക് ഡൈവേർട്ട് ആവുന്നു. ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി കലോത്സവവും സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും ആക്ടിംഗ് ഒക്കെ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഹൈസ്കൂളൊക്കെ ആയപ്പോഴേ ആക്ടിംഗിലേക്ക് അത് സ്വന്തമായിട്ട് തോന്നിയൊരു കാര്യം, ഒരു ആഗ്രഹമാണോ, അതോ ഇത് പറ്റും ആർഷയെ കൊണ്ട് പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയത്? അങ്ങനെയല്ല, പക്ഷെ ചെറുപ്പത്തിൽ പല പല ആഗ്രഹങ്ങള് എല്ലാവരും പോലെ തന്നെ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അങ്ങനെ പല ഡ്രൈവർ, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവർ ആവണം, അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഹൈസ്കൂളൊക്കെ ആയപ്പോ തന്നെ നമ്മള് ഡാൻസ് എനിക്ക് തന്നെ തോന്നിയത് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, സിനിമകൾ എപ്പോഴും കാണാറുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഹൈസ്കൂളൊക്കെ ആയപ്പോ ഞാനിങ്ങനെ മോണോ ആക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പറ്റുന്നുണ്ട് എന്നൊരു തോന്നല്, പറ്റുമായിരിക്കും, അങ്ങനെയാണ്, അങ്ങനെ പറ്റുമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വന്നാണ് ശരിക്കും ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നത് ആക്ച്വലി. അങ്ങനെ 18ാം പടിയിലേക്ക് ഓഡീഷന് ചെല്ലുന്നു, അവിടെ നിന്ന് സെലക്ടഡ് ആവുന്നു. അപ്പൊ ഒരു ഭയങ്കര ഹീറോ ലൈക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കിടയിലൊക്കെ ഒരു ഭയങ്കര ഒരു സ്റ്റാർ പരിവേഷം. മമ്മൂട്ടി സിനിമ തന്നെ ഫസ്റ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയല്ല, എന്റെ ഫ്രണ്ട്സ് ശരിക്കും എന്റെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. അന്ന് എൻ്റെ കൂടെ ആ സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. അവർക്ക് അങ്ങനെ ഒരു സ്റ്റാർ പരിവേഷം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്ത് അപ്ഡേറ്റ്സ് വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും അവരത് ഷെയർ ചെയ്യും. അവര് ആദ്യം തന്നെ പോയി സിനിമ കാണും. ഇപ്പോഴും അവരെല്ലാവരും എനിക്ക് പടം കണ്ടിട്ട് അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യും. അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും ലൈഫില്. ഫ്രണ്ട്സ് മാത്രമല്ല, വെൽവിഷേഴ്സോടാണല്ലേ? അതെ അതെ, യെസ്. പിന്നീട് ആവറേജ് അമ്പിളി, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ആവറേജ് അമ്പിളി. കുറെ കാലങ്ങളായി നമ്മൾ സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പൊതു ഇടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പുരുഷന്മാരെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജോലി ഇല്ലാതിരിക്കുന്ന പുരുഷന്മാരെ പറ്റി, അല്ലെങ്കിൽ അതിൽ കരിയറിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് അവിടേക്ക് ഒരു സ്ത്രീയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അത് മെയിൻ ക്യാരക്ടർ. ചിലപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള, പക്ഷെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് അവരുടെ സ്ട്രഗിൾസ്, അതായത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെയും പിന്നിൽ നിൽക്കുന്ന ആളെ എപ്പോഴും ശ്രദ്ധിക്കും. കാരണം അവർക്ക് ഇന്ന കുറവുകളുണ്ടെന്നും കൂടെ. പക്ഷെ ആവറേജ് ആയി പെട്ടു പോകുന്ന ഇടയ്ക്കുള്ള ആളുകളെ അവർക്ക് മുന്നേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പെൺകുട്ടിയുടെ ഒരു ഇതാണ് അന്ന് ആർഷ ആക്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ റോളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഏറ്റവും തന്മയത്വത്തോടു കൂടി ചെയ്തൊരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിലാണ് അറിയപ്പെടുന്നത്. ആ ക്യാരക്ടറിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പോഴും എനിക്ക് സിനിമകളും വരാറുണ്ട്, അല്ലാതെ പുറത്തു പോകുമ്പോഴും ആവറേജ് അമ്പിളിയുടെ നമ്മുടെ തുടരും ഇതിലേക്ക് ഈ ഒരു ക്യാരക്ടർ ഹെൽപ്പ്. അതെ അതെ, ഉണ്ടായിരുന്നു. ശരിക്കും തരുൺ ചേട്ടനെ ശരിക്കും അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ആവറേജ് അമ്പിളി കണ്ടിട്ടൊക്കെ തരുൺ ചേട്ടൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ നമ്മൾ ഇതിന്റെ കാര്യം സംസാരിച്ചപ്പോഴെങ്കിൽ അതിലൊരു റെഫറൻസ് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആവറേജ് അമ്പിളിയുടെ, ഇങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ആവറേജ് അമ്പിളിന്ന് ഓഫേഴ്സ് വരാറുണ്ട്. അതിന്റെ വെച്ചിട്ട് അത് അതിപ്പോ മുകുന്ദനുണ്ണി ആണെങ്കിലും വന്നത് ആവറേജ് അമ്പിളി കണ്ടിട്ട് തന്നെയാണ്. ആ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? ശരിക്കും ഞാൻ സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ആർഷ അത്ര ആവറേജ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല, പക്ഷെ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്തിരുന്നത്. ആ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു കൺസീവ് ചെയ്തിരുന്നത്? അല്ല, ഞാൻ ആവറേജ് ആയിട്ടുള്ള ഒരു ആള് തന്നെയായിരുന്നു, പക്ഷെ സ്മാർട്ട് ആയിട്ടുള്ള അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അവസ്ഥയിലൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. കുടുംബത്താൽ എനിക്ക് എന്റെ ചെറുപ്പം മുതലേ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ്, പേരൻസും. ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര ലക്കിയാണ് ഞാൻ. ഇപ്പോഴും അതെ, എന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അമ്പിളിയുടെ അവസ്ഥയൊന്നും ആയിരുന്നില്ല എനിക്ക്. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരിക്കലും എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല.
പക്ഷെ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് ആവറേജ് അമ്പിളിനെ പറ്റിയുള്ള ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ചില ഫ്രണ്ട്സിന്റെ ഫേസ് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇത് എല്ലാവരും മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ആവറേജ് ആയിട്ടുള്ളവരാണല്ലോ, അപ്പൊ നമുക്കത് അറിയാം. അപ്പൊ അത് ചെയ്യാനായിട്ട് റെഫറൻസ് ഒക്കെ എടുക്കുമ്പോഴും ഭയങ്കര ഈസി ആയിരുന്നു ശരിക്കും. പിന്നെ അത്രയും വെൽ റിട്ടൺ ആയിരുന്നു ആ സീരീസ്. അപ്പോ അതും ഈ പറയുന്ന പോലെ ആദിത്യനാണ് ഡയറക്ടർ. അപ്പൊ ആദിത്യനും പ്രോപ്പർ പരിപാടികൾ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമുക്ക് ചെയ്യാന്നുള്ളതുള്ളായിരുന്നു. ഇപ്പം ഇതൊക്കെ അവരുടെയും, ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അവരുടെ ഇൻപുട്സും വേണം, അല്ലെങ്കിൽ നമ്മൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. നമുക്കും അറിയുന്നുണ്ടാവില്ല, അവർക്കും അറിയുന്നുണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നന്നായി ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവരത്രയും കാര്യങ്ങൾ നമുക്ക് അവരത്രയും പ്രോപ്പറായി നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നു, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻപുട്സ് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. ആവറേജ് അമ്പിളിയിലെ ആർഷയും ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റിലെ എന്താണ് ആർഷയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ശരിക്കും അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന വളരെ കാമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കുറേ ഷവേഴ്സിനിടയ്ക്ക് സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരാളായിട്ട് നിന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു സൈക്കോപാത്തിനെ, ആ സൈക്കോപാത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളെ, ഓക്കെ ഇന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ഇയാളെ എടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു എക്സ്ട്രാordinary പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളെയാണ് ചെയ്യുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര അന്തരമാണ്. ഈ അന്തരത്തെ ശരിക്കും കാസ്റ്റ് അണിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ലേ ഫിലിം മേക്കറിന് ആക്ച്വലി? അതെ, എനിക്കറിയില്ല. അത് കണ്ടിട്ടാണ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത്. അപ്പോ ഇപ്പോഴും അറിയില്ല ശരിക്കും അതെങ്ങനെ കാസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. മേ ബി ലുക്സ് വെച്ചിട്ട് എനിക്കറിയില്ല, കണ്ണിൽ എന്തെങ്കിലും കളത്തിലുള്ളതുകൊണ്ട് വല്ല ആയിരിക്കും, അറിയില്ല. ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇന്ന ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ് അഭിനയത്തിലെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നാ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അത് കുറച്ച് എക്സ്ട്രോവേർട്ടഡ് ക്യാരക്ടർ ആണല്ലോ മുകുന്ദനുള്ളിലെ ക്യാരക്ടറിനെ പറ്റി എന്താണ് ശരിക്കും? അത് കുറച്ച് കൂടുതൽ വർക്ക്, ലൈക്ക് വിനീതേട്ടൻ ഒബ്വിയസ്ലി പുള്ളി കുറച്ചുകൂടി ഈസി ആയിട്ട് കുറെ സിനിമകളൊക്കെ ചെയ്ത് പുള്ളി ഒരു ഫിലിം മേക്കർ കൂടെ ആയതുകൊണ്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനൊത്ത് നിൽക്കുന്ന മറ്റൊരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതിനെ കൺസീവ് ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? മീനാക്ഷി എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ മീനാക്ഷി പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ ആളും അല്ല. ഞാൻ നേരിട്ടും മുകുന്ദനെ പോലെ അല്ലെങ്കിൽ മീനാക്ഷിനെ പോലെയുള്ള ഒരാളെ ഞാൻ മീറ്റ് ചെയ്യും. ചിലപ്പോ അങ്ങനത്തെ ഇന്റൻഷൻസ് ഉള്ളിൽ ഉണ്ടാവുന്നവരെ ഉണ്ടാവാം, പക്ഷെ നേരിട്ട് അല്ലാതെ എനിക്ക് അറിയില്ല ആക്ച്വലി. അങ്ങനെ ആരെങ്കിലും അങ്ങനെ എനിക്കറിയാവുന്ന ആരെങ്കിലും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതും എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞു വരുമ്പോ ആക്ച്വലി എല്ലാം എന്നെ ഫിലിം മേക്കേഴ്സ് അവരെ പ്രോപ്പറായി ചെയ്യിക്കുന്നതാണെന്ന് സത്യമായിട്ട് എനിക്ക് പറയാൻ അറിയൂ. അത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാം ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് നന്നായി വായിക്കും. ഞാൻ 2-3 വട്ടം അല്ലെ അതിൽ കൂടുതലൊക്കെ എനിക്ക് തനിയെ സ്ക്രിപ്റ്റ് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു പ്രോജക്റ്റിൽ ഇന്നായാൽ ഞാൻ നന്നായി തനിയെ സ്ക്രിപ്റ്റ് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന പിന്നെ അവര് തരുന്ന ഇൻപുട്സും ഒക്കെയാണ്. പിന്നെ മീനാക്ഷി ചെയ്തപ്പോ ഭയങ്കര അതൊരു ഫൺ ക്യാരക്ടർ ആയിരുന്നു. അപ്പോ അതിന്റെ മീനാക്ഷിയുടെ ഓരോ ഡയലോഗ്സും അവളുടെ ഗ്രാഫ് മേലേക്ക് കൊണ്ടുവന്നതാണ്. പടത്തിന്റെ തുടക്കം തൊട്ട് ഓരോ സീനിലെ ഡയലോഗ്സ് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതേപോലെ തന്നെ അത് പറഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും മീനാക്ഷി ചെയ്തത്. വിനീതേട്ടന്റെ കൂടെയുള്ള ആ ഒരു പുള്ളിയുടെ ഒരു ലെവലിൽ പിടിച്ച് നിൽക്കണമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു? ആ വിനീതേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എങ്ങനെയുണ്ടായിരുന്നു ആർഷയുടെ ക്യാരക്ടറിലേക്ക്? ലൈക്ക് സപ്പോർട്ടീവ് ആയിരുന്നു? എങ്ങനെയായിരുന്നു? പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിനീതേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ തരാറുണ്ടായിരുന്നോ? വിനീതേട്ടൻ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അതിപ്പോ എന്റെ കൂടെ ഇത്രയും നാളും വർക്ക് ചെയ്ത എല്ലാവരും അങ്ങനെയാണ്. പിന്നെ വിനീതേട്ടനെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിനീതേട്ടൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്, നല്ലൊരു ആക്ടറുമാണ്. പിന്നെ പുള്ളി പൊതുവെ ഭയങ്കര പാവം മനുഷ്യനാണ്. അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞുതരും, എല്ലാം ചെയ്യും. ഇപ്പൊ തൻവീറാം അതിൻ്റെ അകത്ത് ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നായകൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് തിരുത്തുന്ന, അല്ലെങ്കിൽ എന്താണ് പൊതുബോധങ്ങളെ പറ്റിയൊക്കെ നല്ല ബോധമുള്ള ഒരാളാണ് തൻവീറാമിന്റെ ക്യാരക്ടർ. അത് നമുക്ക് കുറച്ചുകൂടി ഒരു പക്ഷേ ഞാൻ പറയുന്നത് കമ്പയർ ചെയ്യല, ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് നമ്മൾ കണ്ടിട്ടില്ല.
അപ്പൊ അത് റെഫറൻസ് ഇല്ലാതെ തന്നെ നമ്മൾ അതിനെ എടുക്കാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു അല്ല ഡിഫറൻസ്. മീനാക്ഷി ശരിക്കും എനിക്കൊന്നും നമ്മളൊക്കെ വെറുതെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കാര്യമാണ് ആക്ച്വലി മീനാക്ഷി ചിലപ്പോ പുറത്ത് പറയാം. എല്ലാവരുടെയും നല്ല ഏറെക്കുറെ ഏറെക്കുറെ ഉള്ളവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു കാര്യം നടക്കുമ്പോൾ ഒരു ഫസ്റ്റ് ചിന്ത ചിലപ്പോൾ അതായിരിക്കും വരുന്നത്. പക്ഷെ മീനാക്ഷി അതെല്ലാം പുറത്ത് പറയുന്നു എന്നല്ല, അത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത്രയും പ്രാക്ടിക്കലായും ക്രൂക്കഡായിട്ട് നിന്ന് അത് നേടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഫാമിലി എനിക്കൊന്ന് ആർഷ ഇപ്പൊ നമ്മള് അറിയാലോ, നമുക്ക് കാണുമ്പോൾ തന്നെയാണെങ്കിൽ ഫാമിലി ഭയങ്കര ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ് കരിയർ ചൂസ് ചെയ്തതിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളെ മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ഒരു യാത്രയെ കാണുന്നത്? ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആണ് പണ്ട് മുതലേ എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ ഞാൻ ചേട്ടനും സിനിമയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതെ അതെ, ചേട്ടൻ ചെറുപ്പം മുതലേ ഭയങ്കര ഫിലിം ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ചേട്ടനാണ് ആക്ച്വലി വഴക്കിട്ട് നമ്മളെ എല്ലാ ആഴ്ചയും സിനിമയ്ക്ക് നമ്മൾ പോവുകയൊക്കെ ചെയ്യും. ഏത് സിനിമ ഇറങ്ങിയ ചേട്ടനിപ്പോൾ വഴക്കിട്ട് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയാണ് ചേട്ടൻ. ഇപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ഇനിയിപ്പോ സിനിമ എഴുത്തൊക്കെ നടക്കുന്നു, ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ പരിപാടിയിൽ നിൽക്കുകയാണ്. ചേട്ടനപ്പോ വലിയൊരു ബാക്ക് ബോൺ ആയിരിക്കും. പിന്നെ ഉറപ്പായിട്ടും ചേട്ടനാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും, സജഷൻസ് പറഞ്ഞു തരും. ഏറ്റവും വലിയ ക്രിറ്റിക് ചേട്ടൻ തന്നെയാണ്. ഇനി എന്താണ് മുന്നിലേക്ക്, എന്തൊക്കെയാണ് ആർഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏതൊക്കെ സിനിമകളാണ് നിൽക്കുന്നത്? ഇനി ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂണില് ഹൗസ് മേറ്റ്സ് ആണ്. തമിഴ് പടം, തമിഴിലെ ഡെബ്യൂ ആണ്. അതെ അതെ. ദർശനാണ് ഹീറോ. അത് ശിവകാർത്തികേയനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ആണ്. ഒരു ഹൊറർ കോമഡിയാണത്. ഓക്കെ. മലയാളത്തിൽ നമുക്ക് അടുത്തെങ്ങനെ പ്രതീക്ഷിക്കാവോ പുതിയൊരു? ഇല്ല, ഇനിയും ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാനുള്ളതേ ഉള്ളൂ. ചർച്ചയിലൊക്കെ ഉണ്ടോ? അതെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമുക്കൊപ്പം സംസാരിച്ചത് നമ്മുടെ സ്വന്തം ആർഷ ചാന്ദിനി ബൈജു ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സംസാരിച്ചതിനും സമയം ചെലവഴിച്ചതിനും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു ഭാവന. താങ്ക് യു.